ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ DCC പ്രസിഡന്റ് ശ്രീ പ്രതാപവർമ്മ തമ്പാൻ, ഈ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, KPCCയുടെ മുൻ പ്രസിഡന്റുമാരായ ശ്രീ തെന്നരച്ചേട്ടൻ, ശ്രീ പത്മരാജൻ വക്കീൽ, നേതാക്കളെ, സഹപ്രവർത്തകർ, ഈ സമ്മേളനം വിളിച്ചുകൂട്ടിയ പശ്ചാത്തലം പ്രസിഡന്റ് ഇവിടെ വിശദമാക്കി കഴിഞ്ഞു. 5 മാസക്കാലത്തെ പ്രവർത്തന പരിപാടിയിട്ട് വ്യക്തമായ പ്രവർത്തന പരിപാടിയോടുകൂടി KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള കേരള യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുക. ജില്ലാതലങ്ങളിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൺവെൻഷൻ, അത് ഒരു പൂർണ്ണ വിജയമാക്കിയതിന് ഞാൻ DCC പ്രസിഡന്റിനെയും ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളെയും അഭിനന്ദിക്കുകയാണ്. റോഡ് വരെ തിങ്ങി നിറഞ്ഞാണ് കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തന പരിപാടികളും ഇതുപോലെ തന്നെ വിജയിപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള നമ്മുടെ പാർട്ടിയുടെ ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പ് അതിവിടെ നിന്ന് ആരംഭിക്കുക. ഏപ്രിൽ 18-ാം തീയതി KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന കേരള യാത്ര 140 നിയോജക മണ്ഡലത്തിലും ചുറ്റിക്കറങ്ങി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ യാത്ര ഒരു വൻപിച്ച വിജയമായിരിക്കും, സംശയമില്ല. ആ യാത്രയോടൊപ്പം നമ്മുടെ പാർട്ടിയുടെ പരിപാടികളും വിജയിപ്പിക്കണം. KPCC പ്രസിഡന്റ് വരുന്ന ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരും പൊതുജനങ്ങളുമെല്ലാം വൻപിച്ച ജനക്കൂട്ടമായിരിക്കും. പക്ഷെ അതിനു മുമ്പിട്ടിരിക്കുന്ന പരിപാടികൾ, ജനസമ്പർക്ക പരിപാടി, ഭവന സന്ദർശനം, നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബൂത്ത് തലം മുതൽ KPCC വരെയുള്ള ആ തലങ്ങളിലേക്ക് നമ്മൾ സമാഹരിക്കുന്ന സംഭാവനകൾ, അതാണ് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും ഊർജ്ജസ്വലമായ, നമുക്കാവശ്യമായ പ്രവർത്തനം. അതിനെല്ലാം ഇന്ന് നിങ്ങൾ കാട്ടുന്ന ഈ താല്പര്യം, ഈ ആവേശം നമുക്കിനി അങ്ങോട്ട് എല്ലാ രംഗങ്ങളിലും ഉണ്ടായിരിക്കണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങൾ, പ്രവർത്തന ദിവസങ്ങളായിരിക്കണം. കാരണം ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. 2004-ലും 2009-ലും അധികാരത്തിൽ വന്ന ഗവൺമെന്റ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ്, ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു. 2014 നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇന്ത്യ നയിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി വരണം. കോൺഗ്രസിനെ മാറ്റി നിർത്തി ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ
ആർക്കെന്ത് ചിന്തിക്കാൻ സാധിക്കും? കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്ന തത്വമാണ്, സത്യമാണ്. ഈ UPA 1ഉം 2ഉം ഗവൺമെന്റുകൾ എത്ര പ്രാവശ്യം ഇന്ന് വീഴും നാളെ വീഴും എന്നൊക്കെ പറഞ്ഞില്ലേ? പലരും പിന്തുണ പിൻവലിച്ചില്ലേ? ഗവൺമെന്റ് വീണോ? ഇന്ത്യയിലെ ജനങ്ങളുടെ ആഗ്രഹം, ഇന്ത്യയെ ഒന്നായി നയിക്കാൻ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നിച്ച് നയിക്കാൻ സാധിക്കുന്ന പാർട്ടി കോൺഗ്രസ്, ഒന്നായി കാണാൻ സാധിക്കുന്ന പാർട്ടി കോൺഗ്രസ്. ആ കോൺഗ്രസ് തന്നെ ഇന്ത്യ നയിക്കണമെന്നുള്ള ജനങ്ങളുടെ വികാരമാണ്. പലരും പിന്തുണ പിൻവലിച്ചിട്ടും ഇവിടെ ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോയത്. ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമായിട്ട് മാറുന്നു. ഇന്ത്യയിലെ ഈ രാജ്യത്തിന്റെ ഭാവിയിൽ താൽപര്യമുള്ള മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമായിട്ട് മാറുന്നു. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട അവസരം ഇവിടുന്ന് ആരംഭിക്കുന്നു. നമ്മുടെ പ്രവർത്തന ദിവസങ്ങൾ അതിന് എല്ലാവരുടെയും പൂർണ്ണമായ ഒരു മനസ്സോട് കൂടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്ന് ഞാൻ പറയും. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പ്രസിഡന്റ് ഇവിടെ പ്രതിപാദിച്ചു. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 2 വർഷം തികയാൻ പോകുന്നു. ഈ ഗവൺമെന്റിന്റെ 3ാമത്തെ ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി ശ്രീ KM മാണി നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കർഷകരുടെയും തൊഴിലാളികളുടെയും ചെറുപ്പക്കാരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു മുദ്രാവാക്യമുണ്ട്, ഒരു പരിപാടിയുണ്ട്. അത് വികസനവും കരുതലും. ഒരു വശത്ത് സംസ്ഥാനത്തിന്റെ വികസനം ഉറപ്പുവരുത്തുന്നു, അതോടൊപ്പം പ്രത്യേക പരിഗണന വേണ്ട ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കരുതൽ. കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളെല്ലാം വർദ്ധിപ്പിച്ചു. എല്ലാ പെൻഷനുകളും കുടിശ്ശിക തീർത്തു കൊടുത്തു. എന്നിട്ട് തുക വർദ്ധിപ്പിച്ചു. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കേരളത്തിന്റെ കാർഷിക അഭിവൃദ്ധി ഉറപ്പുവരുത്തുന്നതിനുള്ള നിരവധി പരിപാടികൾ. കാരണം സാമ്പത്തിക സർവേ നോക്കിയപ്പോൾ KPCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൽ, ഇന്ത്യ മുഴുവൻ സാമ്പത്തികമായ പ്രതിസന്ധി മറികടക്കാൻ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അഭിമാനകരമായ ചിത്രം സാമ്പത്തിക രംഗത്ത് വരച്ചു കാട്ടാൻ നമുക്ക് സാധിച്ചു. അപ്പോഴും കാർഷിക രംഗത്ത് നമ്മുടെ പ്രകടനം വളരെ പുറകിലാണ്. പ്രതീക്ഷയ്ക്കൊത്തു വന്നിട്ടില്ല. അപ്പൊ ആ കുറവ് നികത്തത്തക്ക വിധത്തിൽ നമ്മൾ ഈ ബഡ്ജറ്റിലൂടെ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, വാഗ്ദാനങ്ങൾ, അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകുന്ന വൻകിട പദ്ധതികളും
റോഡ് വികസനമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യവും പ്രത്യേകമായ പരിഗണന വേണ്ട ജനവിഭാഗങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന കാര്യത്തിലുമെല്ലാം ഒരുപോലെ ശ്രദ്ധ ചെലുത്തുന്ന പ്രത്യേക പരിഗണന തേടുന്ന ബഡ്ജറ്റാണ്. പെൻഷൻ പ്രായത്തെ സംബന്ധിച്ചിടത്തോളം ഒരാശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ UDF-ന് അതിനെക്കുറിച്ചൊക്കെ യാതൊരുവിധ തർക്കങ്ങളുമില്ലാത്ത ഉറച്ച നിലപാടുണ്ട്. ചെറുപ്പക്കാർ തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക ഒരു വിധത്തിലും നമുക്ക് സ്വീകാര്യമല്ല. 55, 56 ആയതെങ്ങനെയാ? കഴിഞ്ഞ ഗവൺമെന്റ് വിരമിക്കൽ തീയതി ഏകീകരിച്ചു. എല്ലാം കൂടി ഒരു ദിവസമാക്കി, മാർച്ച് 31 എന്ന് പറഞ്ഞാൽ ഫലത്തിൽ 55.5-ക്കപ്പുറത്തേക്ക് കൊണ്ടെത്തിച്ചു. അതുണ്ടാക്കിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, ഭരണരംഗത്തുണ്ടാക്കിയ അസ്വസ്ഥതകൾ, അതൊക്കെ പരിഹരിക്കാൻ പിന്നീട് 55-ലേക്ക് പോകാൻ നിവൃത്തിയില്ല, 56-ലേക്ക് പോരാൻ സാധിച്ചു. അങ്ങനെ 56 അതിനപ്പുറത്തേക്ക് പോവില്ലെന്ന് കേരളത്തിലെ ചെറുപ്പക്കാരോട് കോൺഗ്രസ് പറഞ്ഞു, UDF പറഞ്ഞു. അതപ്പോടെ പാലിച്ചിട്ടുണ്ട്. ഇവിടെ 60 എന്ന് പറഞ്ഞത് പങ്കാളിത്ത പെൻഷൻ വന്നു. പങ്കാളിത്ത പെൻഷൻ വരുന്നവര് ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ സർവീസിൽ കയറുന്നവരാണ്. പങ്കാളിത്ത പെൻഷന് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി. ഇന്ത്യയിലെ പശ്ചിമ ബംഗാളും ത്രിപുരയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കി. അവിടെല്ലാം പങ്കാളിത്ത പെൻഷന്റെ സ്കീം 60 വയസ്സാണ്. ആ പങ്കാളിത്ത പെൻഷൻ സ്കീമിൽ വരുന്നവർക്ക് 60 വയസ്സാക്കി. എപ്പോൾ ഈ 1-ാം തീയതി മുതൽ ജോലിക്ക് കയറാൻ പോകുന്നവർക്ക് അവർ റിട്ടയർ ചെയ്യുന്നത് 25 കൊല്ലം 30 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 35 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അവർക്കാണ് 60 വയസ്സ്. അത് ഇന്നത്തെ ചെറുപ്പക്കാരെ ഒരിക്കലും ബാധിക്കില്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പുതിയതായിട്ട് ജോലിക്ക് കയറുന്നവർക്ക് അവർക്ക് പ്രയോജനം കിട്ടുകയുള്ളൂ. അതിനെപ്പോലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നേരെ ഈ ഗവൺമെന്റിനെ എതിർക്കാനൊക്കില്ല. കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും എതിർത്ത് തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ പ്രചരണങ്ങളും തെറ്റായിട്ടുള്ള വാർത്തകളുമൊക്കെയാണ്. ഈ നാടിനെ ഞടുക്കിയ ഒരു സംഭവമാണ് കൊല്ലത്ത് കഴിഞ്ഞ വർഷമുണ്ടായത്. 2 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വെടിയേറ്റ് മരിച്ച സംഭവം. അതിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത നിലപാട്, കേന്ദ്ര ഗവൺമെന്റ് അതിന് നൽകിയ പിന്തുണ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? പക്ഷെ ഇന്നിപ്പോൾ അവര് സുപ്രീം കോടതിയെ പോലും കബളിപ്പിച്ച് പോയിട്ട് മടങ്ങി വരില്ല എന്ന ഒരു നിലപാടെടുത്തപ്പോൾ അതിന്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ, സംസ്ഥാന ഗവൺമെന്റിനെ, കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഇവിടെ പ്രതിപക്ഷം ശ്രമിച്ചു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളിലെല്ലാം ഒറ്റ നിലപാടേ ഉള്ളൂ. എന്തു വില കൊടുത്തും കുറ്റവാളികളെ ഇന്ത്യൻ നിയമത്തിന് മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നയതന്ത്ര പ്രത്യേക പദവി ഉപയോഗിച്ചുകൊണ്ട്, കോടതിയെപ്പോലും കബളിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ ശ്രമം വിജയിക്കാൻ പോകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാട്, പ്രധാനമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട്, കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട്
ആ കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടവരാത്ത വിധത്തിലുള്ള ശക്തമായ നിലപാടാണ്. 23-ാം തീയതി വരെ അവർക്ക് തിരിച്ചു വരാൻ സമയമുണ്ട്. എന്നിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. സുപ്രീം കോടതി ഇറ്റാലിയൻ സ്ഥാനാപതി ഇന്ത്യ വിട്ടുപോകരുത്, മറ്റൊരു ഉത്തരവ് വരുന്നതുവരെ. നയതന്ത്ര ബന്ധങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ്. കാരണം ഇറ്റലി കാണിച്ചതും അത് തന്നെയാണ്. നയതന്ത്ര പദവി ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ വഞ്ചിക്കാനാണ് അവർ ശ്രമിച്ചത്. ആ ശ്രമത്തിന്റെ മുമ്പിൽ നമ്മുടെ രാജ്യം മുട്ടുമടക്കില്ല, ആത്മാഭിമാനത്തോടുകൂടി തലയുയർത്തി പിടിക്കുമെന്ന് സൂചിപ്പിക്കുന്ന നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് അക്കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തിയുണ്ട്. കേരളത്തിന്റെ വികാരം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റ് ഉൾക്കൊണ്ടിരിക്കുന്നു. ഈ സംഭവം ഉണ്ടായപ്പോൾ KPCC പ്രസിഡന്റ് ഞാൻ എല്ലാം ഡൽഹിയിൽ പോയി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പൂർണ്ണമായും കോൺഗ്രസ് നേതൃത്വം അതിന് പിന്തുണ തന്നിരിക്കുന്നു. പക്ഷേ ഇന്ന് ഇതിന്റെ പേരിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നവർ ചെയ്തത് എന്താണ് എന്നുകൂടി ജനങ്ങൾ അറിയണം. കഴിഞ്ഞ ഇടതുമുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് 3 സംഭവങ്ങളുണ്ടായി. 3 സംഭവങ്ങൾ. 3 സംഭവങ്ങളിലും യാതൊരു നടപടികളും സ്വീകരിക്കാൻ അന്നത്തെ അച്യുതാനന്ദൻ ഗവൺമെന്റിന് സാധിച്ചില്ല. ഒരു കേസിൽ കപ്പൽ കണ്ടെത്താൻ പോലും സാധിച്ചില്ല. രണ്ടാമത്തെ കേസിൽ കപ്പല് കണ്ടെത്തിയെങ്കിലും ഒരു കേസെടുക്ക പോലും ചെയ്തില്ല. മൂന്നാമത്തെ കേസ് തലശ്ശേരി ആ തീരത്തിനടുത്ത് വെച്ച് ഒരാൾ മരിച്ച കേസ്. ആ കപ്പല് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിഴിഞ്ഞത്ത് വെച്ച് ആ കപ്പൽ അറസ്റ്റ് ചെയ്തു. എന്ത് ചെയ്തെന്നറിയാമോ? 25 ലക്ഷം രൂപ വാങ്ങി ആ കപ്പൽ വിട്ടു. പിന്നെ അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ചൈനീസ് കപ്പലായിരുന്നു. 25 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിട്ടു. ആ മരിച്ച ആളിന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപ കൊടുത്തു. 3 അപകടങ്ങൾ. ഒരു നടപടിയും തൃപ്തികരമായിട്ടെടുക്കാൻ സാധിക്കാത്തവരാണ് നമ്മുടെ കാലത്തുണ്ടായ 2 അപകടങ്ങൾ. ഒന്ന് കൊലപാതകം, 2 അപകടം. ആ 2 കാര്യത്തിലും കുറ്റമറ്റ രീതിയിലുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിച്ചത്. എന്നിട്ടും കടന്നാക്രമിക്കാൻ, ഗവൺമെന്റിനെ കടന്നാക്രമിക്കാൻ, കോൺഗ്രസിനെ കടന്നാക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളിൽ ജനങ്ങളോട് പറയുന്ന കാര്യം നടപ്പിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. ആ നടപടി തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീ പ്രതാപവർമ്മ തമ്പാൻ സംസാരിച്ചപ്പോൾ കാഷ്യൂ ബോർഡിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഡൽഹി പോയ അവസരത്തിലും കാഷ്യൂ ബോർഡ് എത്രയും വേഗം രൂപീകരിക്കണമെന്ന് വീണ്ടും കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രധാനമന്ത്രിക്ക് കൊടുത്തത് 12 ആവശ്യങ്ങൾ അടങ്ങിയ ഒരു നിവേദനമാണ്. അതിലെ ഒരാവശ്യം കാഷ്യൂ ബോർഡ് എത്രയും വേഗം തുടങ്ങണം എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. പ്ലാനിംഗ് കമ്മീഷൻ അനുമതി കൊടുത്തു. പിന്നെ ആകെയുള്ളൊരു സാങ്കേതിക പ്രശ്നത്തിന്മേൽ തീരുമാനമാകാത്തതിന്റെ പേരിലാണ് അത് തുടങ്ങാതിരിക്കുന്നത്. അത് ആരുടെ കീഴിൽ തുടങ്ങണം? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് റബ്ബർ ബോർഡ് കൊമേഴ്സ് മിനിസ്റ്ററുടെ കീഴിലാണ്. റബ്ബർ ബോർഡ് പോലെയായിരിക്കണം കാഷ്യൂ ബോർഡ്. പക്ഷേ അത് അഗ്രികൾച്ചറിന്റെ കീഴിൽ വരുമോ കൊമേഴ്സിന്റെ കീഴിൽ വരുമോ ഒരു പ്രശ്നം വന്നു. അതിന് മാത്രമാണ് പരിഹാരമുണ്ടാക്കേണ്ടത്
പ്രധാനമന്ത്രി അപ്പോൾ തന്നെ ഈ പ്രശ്നം ചർച്ച ചെയ്തു തീർക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള തീരുമാനം ഏറ്റവും വേഗത്തിലുണ്ടാകും. അങ്ങനെ വന്നാൽ ആ കാഷ്യൂ ബോർഡിന്റെ തലസ്ഥാനം കൊല്ലം തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. ആ റെക്കമെൻഡേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. കൊല്ലത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങളിൽ നിങ്ങളുടെ MP എടുക്കുന്ന താല്പര്യം, പ്രത്യേകമായ താല്പര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ ബൈപ്പാസിന്റെ പ്രശ്നമാണ് ഏറ്റവും മുഖ്യമായിട്ടുണ്ടായിരുന്നത്. നാഷണൽ ഹൈവേയുടെ വികസനം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോയിട്ടില്ല. ഞാൻ തുറന്ന് സമ്മതിക്കാം. മുഖ്യമായ പ്രശ്നം സ്ഥലമെടുപ്പിനുള്ള എതിർപ്പാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, 45 മീറ്റർ സ്ഥലമെടുക്കുന്ന കാര്യത്തിൽ വന്നിട്ടുള്ള എതിർപ്പ്. പക്ഷേ അതിന് ഒരു പരിഹാരമുണ്ടാക്കി മുമ്പോട്ട് പോകും. നാഷണൽ ഹൈവേയുടെ വികസനം ഉറപ്പുവരുത്തും എന്ന് പറയാൻ ഞാൻ അവസരം വിനിയോഗിക്കുന്നു. പക്ഷേ ബൈപ്പാസിന് ആവശ്യമായ സ്ഥലം എടുത്തു കഴിഞ്ഞു. അത് എങ്കിലും പണി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾക്കത് മാത്രമായിട്ട് എടുക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ നമ്മൾ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി. നിങ്ങളുടെ MP അവിടെ ശക്തമായിട്ട് നിന്നു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ പകുതി രൂപ സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണം. സംസ്ഥാന ഗവൺമെന്റ് പകുതി തുക, എസ്റ്റിമേറ്റിന്റെ പകുതി തുക വഹിച്ചുകൊള്ളാം എന്നുള്ള വ്യവസ്ഥയുടെ പുറത്ത് കൊല്ലത്തെ ആലപ്പുഴയിൽ 2 ബൈപ്പാസുകൾ പണി ഏറ്റെടുക്കാൻ നാഷണൽ ഹൈവേ സമ്മതിച്ചു. അതിന്റെ ടെൻഡർ വിളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനം എത്രയും വേഗമുണ്ടാകും. ഈ ജില്ലയിലെ വിവിധ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കൂടി ഉപയോഗിച്ച് ഏറ്റവും വേഗത്തിൽ പണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികളും മുമ്പോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ കൊല്ലം പോർട്ടിന്റെ കാര്യത്തിലും പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകിയിട്ടുണ്ട്. അതിന് ഏറ്റവും വേഗത്തിൽ അതിന്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമ്മളെല്ലാം അലട്ടുന്ന ഒരു വലിയ പ്രശ്നം ഗവൺമെന്റ് അതിനും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ശാസ്താംകോട്ട കായലിന്റെയും അഷ്ടമുടി കായലിന്റെയും സംരക്ഷണമാണ്. ഈ 2 ജലാശയങ്ങളുടെയും പ്രാധാന്യം കൊല്ലത്തിന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അതിന് വളരെയേറെ പരിമിതികൾ വന്നിട്ടുണ്ട്. ഈ വർഷം ജലവർഷമായിട്ട് നമ്മുടെ രാജ്യം കൊണ്ടാടുകയാണ്. ആ ജലവർഷത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള ജലാശയ സംരക്ഷണ പരിപാടികളിൽ ശാസ്താംകോട്ട കായലിന്റെയും അഷ്ടമുടി കായലിന്റെയും സംരക്ഷണവും ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം കൂടി നിങ്ങളോട് പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഞാൻ നേതാക്കളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കൂടുതൽ സമയമെടുത്തു, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ഇന്നിവിടെ കാട്ടുന്ന ഈ ആവേശം നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം. KPCC പ്രസിഡന്റ് നയിക്കുന്ന കേരള യാത്ര അതൊരു വലിയ രാഷ്ട്രീയ മാറ്റമായിട്ട് നമുക്ക് ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി മുമ്പോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.